വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുണ്ടോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിയിടുന്നുണ്ടോ? വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽക്കാൻ. വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം ഭരമേൽക്കാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അവർ ഗോഡ് ഈസ് കൺസ്യൂമിങ് ഫയർ. സോ ഇന്ന് രാവിലെ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നി എന്നുള്ള പദപ്രയോഗമാണ് എബ്രായ ലേഖനക്കാരൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഓരോ രാജ്യത്തെയും ഓരോ പ്രദേശങ്ങളെയും കരളലിയിപ്പിക്കുന്നതായ കഥനകഥകളായിട്ട് മാറുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ സംഭവിച്ചതായ വയനാട്ടിലെ സംഭവം എത്രയോ ദുരന്ത സംഭവമായി മാറി. ഇന്നും ഡെഡ് ബോഡികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒഴുകിപ്പോയിരിക്കുന്നു, കാണാതായിരിക്കുന്നു. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വീടുകൾ നഷ്ടപ്പെട്ടു, സ്കൂളുകൾ നഷ്ടപ്പെട്ടു, കൃഷികൾ നഷ്ടപ്പെട്ടു എന്ന് വേണ്ട റിസോർട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് വേണ്ട വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയായ സംഭവമായിരിക്കുന്നു വയനാട്ടിലെ സംഭവം. നമ്മുടെ സമസൃഷ്ടികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുകയാണ്. മരണവക്രത്തിൽ അവർ പിടിക്കപ്പെട്ടവരായി വേദനയിലൂടെ കഴിഞ്ഞു പോകുന്ന മുറിവേറ്റ പ്രിയപ്പെട്ടവരും അവരോടൊപ്പം ഉണ്ട്. മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് തീയും വെള്ളവും എന്ന് പറയുന്നത്. എന്നാൽ അവ മനുഷ്യന് നിയന്ത്രണത്തിന് അധീനമായാൽ എത്ര വലിയ ദുരന്തമാണ് നമുക്ക് സമ്മാനിക്കുക എന്നുള്ളതും കൂടെ മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി നോഹയുടെ കാലത്ത് ജലപ്രളയം എത്ര ദൂരവ്യാപകമായ കെടുതിയാണ് ഭൂമിയിൽ ഉണ്ടാക്കിയത്. അതുപോലെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് ഓടി വരികയാണ്. 2018-ഉം 2019-ലെ കേരളത്തിലെ ജലപ്രളയം നമുക്ക് മറക്കാവുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാം നഷ്ടപ്പെട്ട സംഭവമായിരുന്നു അത് മനുഷ്യൻ മറന്നുപോയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്ന് ഞാൻ ഓർപ്പിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന ഗുജറാത്തിൽ 1979 ഗുജറാത്തിൽ മോർബി എന്ന പട്ടണത്തിൽ ആ സ്ഥലത്തെ വെള്ളപ്പൊക്കം ഓർത്തു പോവുകയാണ്. മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ ചത്തൊടുങ്ങി. വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ നിലംപതിച്ച് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഏവരുടെയും കരൾ അലയിപ്പിക്കുന്നതാണ്. അനേക ഡെഡ് ബോഡികൾ നദികളിലൂടെ പെറുക്കിയെടുക്കുകയും അനേക ആളുകൾ ആ നിലയിൽ തന്നെ മോഷണത്തിനായിട്ട് ആ സമയത്ത് വരികയും ചെയ്തു. അനേകരുടെ കരങ്ങളിൽ നിന്നും ചെവികളിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ളതായ അവയവങ്ങൾ കണ്ടിച്ചെടുത്ത് ആ സ്വർണങ്ങൾ മോഷ്ടിക്കുന്ന സ്ഥിതിയും ആ സമയത്ത് നടന്നിരുന്നു. ഞാൻ ഓർപ്പിച്ചത് ഇതെല്ലാം പ്രകൃതിയുടെ വലിയ ദുരന്തങ്ങളായി നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതെല്ലാം ദൈവം ഇതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവനാണെന്നും കൂടെ മനസ്സിലാക്കണം. തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ധാരാളം അഗ്നിയുടെ ചിത്രങ്ങൾ പെറുക്കിയെടുത്ത് ദൈവം നടത്തുന്ന അതിഭയങ്കരമായ ന്യായവിധികളെക്കുറിച്ച് ഓർത്ത് ഭയത്തോടെ വിറയലോടെ യഹോവയെ സേവിക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ അഗ്നിയാണ്. 50-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു:
50-ാം സങ്കീർത്തനക്കാരൻ ദൈവം നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ന്യായാധിപതിയാണെന്ന് കാണിക്കുകയാണ്. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവൻ്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു. അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റും അടിക്കുന്നു. തീയുടെ ശക്തി കൂടുന്നതാണ് കൊടുങ്കാറ്റ്. പ്രവാസകാല പ്രവാചകനായ എസെക്കിയേൽ കണ്ട ദർശനത്തിലും വടക്കുനിന്ന് വന്ന കാറ്റിനെ കുറിച്ച് ഓർപ്പിക്കുന്നു. എസെക്കിയേൽ 1:4 വാക്യം. പ്രവാചകൻ പറയുന്നത് താൻ നോക്കിയിരുന്നപ്പോൾ വലിയൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും അതുപോലെ വടക്ക് നിന്ന് വരുന്നത് കണ്ടു. ഹോരേബ് പർവ്വതത്തിൽ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ ജ്വാലയിൽ നിന്ന് മോശയ്ക്ക് പ്രത്യക്ഷനായതിനെ കുറിച്ച് നാം പുറപ്പാട് പുസ്തകം 3:2 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ അത് തീ ഇറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 19:18 വാക്യത്തിൽ കാണാം. അപ്പോൾ മനുഷ്യരോടുള്ള കൂട്ടായ്മയ്ക്ക് ഇറങ്ങി വരുന്ന പർവ്വതം ശുദ്ധീകരണത്തിൻ്റെയും അരുളപ്പാടിൻ്റെയും സ്ഥലമാണ്. സങ്കീർത്തനം 15:1-5 വരെയും 24-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വേഗത്തിലൊരു അഗ്നിയുടെ കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവപ്രസാദത്തിൻ്റെ അഗ്നി, അത് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. ഹാബേലിലും ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. നാം ദൈവത്തെ ആരാധിക്കുന്നത് മുഖാന്തരം ദൈവപ്രസാദം ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ചുമതല എനിക്കും നിങ്ങൾക്കുണ്ട്. ഒരു യാഗം ദൈവത്തിന് പ്രസാദമായോ എന്ന് മനസ്സിലാകുന്നത് സ്വർഗത്തിൽ നിന്നും തീയിറങ്ങുമ്പോഴാണ്. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. കാരണം തൻ്റെ മാതാപിതാക്കന്മാരുടെ പാപത്തിന് പരിഹാരം സ്വയമായി അവർ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ മറയ്ക്കുവാൻ ശ്രമിച്ചതിന് ഫലമായി നഗ്നത കൂടുതൽ വെളിപ്പെടുവാനിടയായി. എന്നാൽ ആദാം ദമ്പതിമാർക്ക് യാതൊരു ഊനവുമില്ലാത്ത ഒരു മൃഗം അറുക്കപ്പെടുകയും അതിൻ്റെ തോൽ അവരെ ഉടുപ്പിച്ച് നഗ്നത മറച്ച ദൈവപ്രവൃത്തിയെക്കുറിച്ച് കേട്ട് അറിഞ്ഞു. ഉടനെ ഹാബേൽ താൻ ഒരു ആട്ടിൻകുട്ടിയെ യാഗത്തിന് ഒരുക്കി യാഗം നടത്തിയപ്പോൾ ആ യാഗത്തിൽ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. സകല മനുഷ്യരെയും ആകർഷിക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ പ്രഥമ കാര്യം ഓർപ്പിക്കുന്നത് മത്തായി 5-ാം അധ്യായത്തിൽ 23-24 വാക്യങ്ങളാണ്. ആകയാൽ നിന്റെ വഴിപാട് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടുച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ അങ്ങനെ ചെയ്യുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് അത് തുലവും കുറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവനെ കുത്തി മുറിവേൽപ്പിച്ചും അപമാനിച്ചും വേദനപ്പെടുത്തിയും കളങ്കപ്പെടുത്തിയും മേലാൽ തലപൊക്കാത്ത നിലയിൽ ആക്കിയിട്ട് അപ്പം നുറുക്കുന്നവർ ധാരാളം പേരുണ്ട്, നമ്മുടെ കൺമുൻപിൽ ഉണ്ട്. മത്തായി 5:22 പഠിച്ചാൽ ആരാധനയേക്കാൾ വലുതാണ് ആരാധനയുടെ ഒരുക്കം. ദൈവത്തോട് സംസാരിക്കുന്നതിനും കൊടുക്കുന്നതിനും മുമ്പ് കൂട്ടുവിശ്വാസികളോടും സഹോദരങ്ങളോടും സംസാരിക്കുന്നതാണ് ഒരുക്കത്തിൻ്റെ പ്രധാന സംഗതി എന്ന് പറയുന്നത്. വഴിപാടിനേക്കാൾ ദൈവം വിലമതിക്കുന്നത് വഴക്ക് തീർക്കലാണ്. വഴിപാട് താമസിച്ചാലും സാരമില്ല, വഴക്കിടാതെ വരൂ, ആരാധിക്കൂ, അപ്പോൾ ദൈവം പ്രസാദിക്കും. സഹോദരപ്രീതിക്കായി നിർമ്മലീകരിക്കപ്പെട്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പീൻ. സഹോദരനോട് സ്നേഹമില്ലാതെ ദൈവത്തോട് നാം സംസാരിച്ചാൽ അത് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും മാത്രമായിരിക്കും. ആകയാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ പ്രഭാത സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നുണ്ടോ, ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണോ എന്ന് വിലയിരുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.